നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം മത്തൻ തൈ നടുന്നതിനെ പറ്റിയാണ്. ഇത് 5 കിലോ 6 കിലോ 10 കിലോ സൈസ് വരുന്ന മത്തനാണ്. അപ്പോൾ ഇത് നടുന്ന വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വിഷയം. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഒരു വളവും ചെയ്യാതെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തട റെഡിയാക്കാൻ കഴിയും. തട റെഡി ആയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ തൈ ഇളക്കി എടുക്കുന്നത്. അപ്പോൾ 1 2 3 4 5 6 ഇതിൽ 6 തൈ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ 3 എണ്ണം ഉഴുതെടുക്കും. പുഴുതെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കൊണ്ട് നമ്മൾ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. തടമെല്ലാം ഒരുക്കിയാണ് കുഴി റെഡിയാക്കിയിട്ടുള്ളത്. അതിൻ്റെ നടുക്ക് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഹോളിട്ട ശേഷം ഇവനെ അങ്ങ് ഇറക്കി വയ്ക്കും. 10 കിലോളം സൈസ് വരുന്ന മത്തനാണത്. നെക്സ്റ്റ് അടുത്തതായി നമ്മളത് ഇളക്കി എടുക്കും. അതിൻ്റെ മൂടോട് കൂടിയാണ് നമ്മൾ കൈക്ക് എടുക്കുന്നത്. ഇത് 2 ദിവസമൊന്നും വാട്ടമൊന്നും കാണില്ല. കാരണം എന്തേ, ഇവിടെ 2 ദിവസമായി ഇവിടെയൊക്കെ വെയിലടിച്ചിട്ട് നല്ല മഴക്കാറുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ മത്തൻ തൈ നട്ടിട്ടുണ്ട് 3 എണ്ണം. അപ്പോൾ ഇനി അങ്ങോട്ട് വേനൽക്കാലമാണ്. അപ്പോൾ കൃഷി ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ജലസൗകര്യം കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത് വേണം കൃഷി ചെയ്യാൻ. എനിക്കിവിടെ എത്ര വേനലായാലും ഇവിടെ വെള്ളം വറ്റില്ല. അപ്പോൾ നമുക്ക് നട്ടതിന് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളം ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ വളം ഇട്ട് തന്നെ നടണം. നമ്മളിവിടെ കാടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതൊക്കെ കരിച്ച് കളഞ്ഞതിൻ്റെ ചാരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ചെടികളൊക്കെ വളങ്ങൾ കൊടുക്കാതെ നന്നായിട്ട് വരുന്നത്.
ഈ ഫ്ലോട്ടിലെ മത്തൻ കൃഷിയൊക്കെ ഞാൻ വളം കൊടുക്കാതെയാണ് നട്ടത്. എന്നാൽ വേറൊരു ഫ്ലോട്ടിൽ, ഈ ഫ്ലോട്ടിൽ നന്നായിട്ട് വളം കൊടുത്തതുകൊണ്ടാണ് ഞാൻ കൃഷി ആരംഭിച്ചത്. അതെ, മത്തനൊക്കെ പടന്നു തുടങ്ങി. ഇവിടെ നമ്മൾ അവിടെ നട്ടതേ ഉള്ളൂ. ഇവിടെ കായ്ച്ച് തീരാറാകുമ്പോൾ അവിടെ കായ് അടക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ബക്കറ്റ് ചാണകം, 1 ബക്കറ്റ് കോഴിക്കാഷ്ടം അടിവളമായി കൊടുത്തുകൊണ്ടാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. 3 മീറ്ററോളം, 3, 4, 5 മീറ്ററോളം ഗ്യാപ്പിലാണ് നമ്മൾ മത്തൻ തൈയൊക്കെ വച്ചിരിക്കുന്നത്. അപ്പോൾ മത്തൻ കൃഷിയെ പറ്റി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ പ്രിയ സുഹൃത്തുക്കളും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ.